ഹലോ, എവിടെ എല്ലാവരും? കുറേ ആയല്ലോ കണ്ടിട്ടേ. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഉമ്മാക്ക് ചെറിയൊരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ അങ്ങനെ പോയി. എന്നാലും ബിസിനസ് നിർത്തിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നു പോയിരുന്നു. പക്ഷെ വീഡിയോ ഇടാനും അതിൻ്റെ കൂടെ അങ്ങനെ നോക്കാനും അതിനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നേ. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടാലും ഇല്ലെങ്കിലും നമ്മളെ കയ്യിൽ 360 ദിവസവും സാധനം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യുക, വീഡിയോ ഇടുന്നത് കാത്ത് നിൽക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ എപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചാലും നിങ്ങൾക്കത് നടക്കും. നമുക്കത് 2-3 പേരും കൂടെ ഇപ്പോൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നടത്തിക്കോളും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യമായാലും നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്താൽ അത് ചെയ്ത് പാർസൽ അയക്കാനും ഒരാളപ്പോൾ നീക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിതിന് വീഡിയോ ഇടുമ്പോൾ പിന്നെ നമുക്ക് അതിനനുസരിച്ച് നിൽക്കാനുള്ള ഒരു സമയം വേണം. കാരണം എൻ്റെ നമ്പർ കൊടുത്തുകൊണ്ട് ഞാൻ ഈ നമ്പറായിട്ട് ഫ്രീ ആയിട്ട് ഒഴിഞ്ഞ് വീട്ടിലുണ്ടാകുമ്പോഴേ വീഡിയോ ഇട്ടാണ് ആ നമ്പറും കൊടുത്തിട്ടിട്ടൊരു കാര്യമുള്ളൂ. അതുകൊണ്ടാണ്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്താക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടാണ്, എന്താണ് സംഭവം, ഒരു വീഡിയോയും കാണില്ലല്ലോ, എന്താണ് വീഡിയോ ഇടാത്തത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രശ്നമുണ്ടോ, അസുഖം എന്തെങ്കിലും ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഒച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുന്നത് ഉറപ്പാണെന്ന് പറഞ്ഞാൽ നമ്മളെ പത്മിനി ചേച്ചി അടക്കം എല്ലാവരും വിളിച്ച്, എല്ലാവരും നല്ല നമ്മളെ ഓർമ്മയുള്ള ഒരുവിധം പേരൊക്കെ എന്താണ് വീഡിയോ ഇടാത്ത ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളാരും ഇല്ലാത്തൊരാൾക്കാർ, ഇതുവരെ കാണാത്ത ആൾക്കാർ എന്താ ഏതാന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ നമുക്കൊക്കെ എന്താ പറയുക, ഉള്ള ആൾക്കാരെക്കാളും കൂടുതൽ കുറച്ചും കൂടി ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നൽ വരികയാണ്. അപ്പോൾ ഇത് 320 അജ്രക്കിൻ്റെ പീസുകളാണ്. 290 പുതിയ പീസുകൾ കിട്ടിയിട്ടില്ല, 320 കിട്ടിയിട്ടുള്ളതാണ്. ഇത് 350 പീസുകളുണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട്, കാരണം പെട്ടെന്ന് തീരും. 320 വന്നുള്ള അവസ്ഥ അതാണ്. പിന്നെ ഇപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. ഇപ്പോൾ ഈ യുദ്ധം കാര്യങ്ങളായതുകൊണ്ട് നന്നായിട്ട് റേറ്റ് കൂടിയിട്ടുണ്ട്. ഈ ആഴ്ചയും 5 രൂപ കൂടിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യം ഒന്നും കൂടി തീരുമാനമായാൽ മാത്രമേ ഇപ്പോൾ ഇതൊക്കെ കുറയലുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആളെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈനിൽ ഒരു 20 പേരെ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓൺലൈനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് തിരക്കുള്ള സമയത്ത് ഇപ്പോൾ 2 ഷോപ്പിലേക്കുള്ള അധികം ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പിലേക്കുള്ളതിന് വേണ്ടിയിട്ട് അത് ആഴ്ചയിൽ 200 പീസ് വെച്ചിട്ടാണ് ആ ഷോപ്പിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ നാട്ടിലുള്ള നമ്മളെ ആൾക്കാർക്ക് ഏകദേശം ആദ്യമുള്ള വർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ അധികം നമ്മൾ ഏൽപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ആ കൊടുത്തിട്ട് ഞാൻ അയക്കുമ്പോൾ ആദ്യം എനിക്കൊരു കൊറിയർ ചാർജ് വേണം. പിന്നെ അത് അവർ അടിച്ചിട്ട് തിരിച്ചയക്കുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു കൊറിയർ ചാർജ് വേണം. അപ്പോൾ അതൊക്കെ നഷ്ടമാണ്. പിന്നെ ഇപ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യണതിനും എന്തെങ്കിലും വേണമല്ലോ. കൂടുതൽ പേരും ചോദിക്കാനുള്ളത് അതാണ്, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ അന്വേഷണത്തിനേക്കാളും നല്ലത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടാക്കേണ്ടതാവും. കാരണം ഒരു ഷോപ്പിലേക്ക് അടിച്ചു കൊടുക്കുമ്പോഴായാലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 20 രൂപ 25 രൂപ അതിൽ കൂടുതൽ നൈറ്റി ഒന്നായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ആരും കൊടുക്കൂല. പക്ഷേ നമ്മളെ ഈ ഭാഗത്തൊക്കെ 15 രൂപ 18 രൂപ അത്രയേ ഉള്ളൂ. പക്ഷേ അന്വേഷിക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ 12 രൂപ കൊടുക്കുന്നുള്ളൂ. അതല്ല, പക്ഷെ എന്നാലും അതൊരു നഷ്ടമാണ്. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നമ്മളെ കയ്യിലേക്ക് ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നിട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 150 രൂപ വാങ്ങാൻ പറ്റും. അതിൻ്റെ എന്താ പറയുക, 1% പോലും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. ഞാൻ കട്ട് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഞാൻ ആ രൂപത്തിലാണ് കൊടുക്കാറുള്ളത്. 20-25 ആ രീതിയിലാണ്. നമ്മളെ നാട്ടിൽ കൊടുക്കുമ്പോൾ അത് 15-18 ആ റേഞ്ചിലാണ്. കാരണം 20-25 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരേതായാലും ഇങ്ങനൊരു ഇതിന് നിൽക്കല്ലേ, ഒരു 10-15 അതിൽ കൂടുതലൊക്കെ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ആളുകൾ തന്നെ ആകുമ്പോൾ എന്താ, ചിലർ ആളുകൾ എന്താ പറയുക, ഞങ്ങൾക്ക് എംബ്രോയ്ഡറിനൊക്കെ വെച്ചിട്ടുള്ള 10 പീസ് വേണമെന്ന് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർ പറയുക മറ്റന്നാളത്തേക്ക് വേണമെന്നാണ്. അപ്പം ഞാൻ ഇന്ന് കൊറിയർ അയച്ചു കൊടുത്താൽ അത് ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അവിടെ കിട്ടുകയുള്ളൂ. എന്നിട്ട് വീണ്ടും അതിങ്ങോട്ട് അടിച്ചിട്ട് പിന്നെ തിരിച്ചയക്കാനും വേണം. അങ്ങനെ ആകുമ്പോൾ ഒരാഴ്ചത്തെ സമയം ഉണ്ടാകും. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അയച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ സമയത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു പോകുന്നത്. കൂടുതൽ ഓൺലൈനായിട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല. അതിന് നമുക്ക് ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ട് ഹയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ചില ആഴ്ചകളിൽ ചോദിച്ചവർക്ക് കൊടുക്കാതെ അത്രയും ബുദ്ധിമുട്ട് പറഞ്ഞവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്.
നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാൻ നോക്കാതെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് എന്ത് ചെയ്യുക, ഒരു 100 രൂപ കയ്യിൽ വെച്ചിട്ട് ഒരു ഷോൾ വാങ്ങാനായാലും ഒരു ഷോപ്പിലേക്ക് പോവുക. ഷോൾ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുക, അവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ നിങ്ങളിത് പറയണ്ട, നിങ്ങൾ അനിയത്തിയോ ഏട്ടത്തിയോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ അനിയത്തി ഇങ്ങനെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും, നിങ്ങൾക്ക് നൈറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ വാങ്ങുമോ, എത്ര രൂപ വെച്ചിട്ടാണ് വാങ്ങുക, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടാവും, അതല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ നിങ്ങൾ കൊടുക്കുമോ. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് സെയിലായിട്ട് പൈസ വാങ്ങുക എന്നുള്ള രീതിയിൽ കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പേയ്മെൻറ്റ് അവിടെ ആയിപ്പോവും. ഓൺ സ്പോട്ടിൽ വാങ്ങുക പേയ്മെൻറ്റ്. ഇതാ ഇത്ര പീസുണ്ട്, 10 പീസുണ്ട്, ഇത്ര രൂപ വെച്ചിട്ട് നിങ്ങൾ തരണം. അപ്പോൾ കൂടുതൽ നമുക്ക് ലാഭം എടുക്കാൻ പറ്റില്ല. കാരണം ഈ വാങ്ങുന്നവരും അത് റീസെല്ല് എന്ന് പറഞ്ഞ പോലെ മറിച്ച് വിൽക്കാനുള്ളതാണ്. അവരും അവരുടെ ലാഭമല്ലേ നോക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ വാങ്ങുമോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയാം. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്ക് അപ്പോൾ എന്താ, ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് ഇപ്പോൾ 10 ഓർഡർ ഉണ്ടെന്ന് വിചാരിക്കും, നിങ്ങൾ 10 അടിച്ചു വെക്കുന്നുണ്ട്. അത് ഷോപ്പിലേക്ക് കൊടുക്കണ മുന്നേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആരോടെങ്കിലും ഇത്ര എണ്ണം ഞാൻ അടിച്ചതുണ്ട്, അത് ആ അടിച്ചത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക. കൊടുക്കാനുള്ളതാണ്, ആർക്കെങ്കിലും വേണമെന്നുള്ളത് ചോദിക്കുക. ഗ്രൂപ്പുകളിലേക്കൊക്കെ ആ ഫോട്ടോസ് മുഴുവൻ ഷെയർ ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കടയിലേക്ക് കൊടുക്കുന്നതിനേക്കാളും 70-80 ഒക്കെ കൂടുതലിട്ടിട്ട് ഓരോന്ന് കൊടുക്കുമ്പോൾ വാങ്ങാം. അപ്പോൾ അത് വാങ്ങിയിട്ട് അതിൻ്റെ ബാക്കിയുള്ളതിനെന്ത് ചെയ്യുക, വീണ്ടും അതിലേക്ക് ഒരു 2-3 വാങ്ങിയിട്ട് കടയിലേക്ക് കൊടുക്കുക. അപ്പോൾ കടയിലേക്ക് അടിക്കുന്നതും നടക്കും, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 10 രൂപ ഏറെ കിട്ടുന്നതും നടക്കും. പിന്നെ കടയിലേക്ക് അടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നും വർക്ക് ഉണ്ടാവും. ആളുകൾ ഇപ്പോൾ വാങ്ങൂല എന്നല്ല, വാങ്ങിയവർ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയാതെ പുതിയത് വാങ്ങൂലല്ലോ. അങ്ങനെ വാങ്ങുന്നവരും ഉണ്ട്. എന്നും ഒരാളെ മാത്രം എന്താ വെച്ചാൽ അടിച്ചിട്ട് ആ 10 ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത്യാവശ്യമുള്ളവർ വാങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കാതെ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ നോക്കുക. പുതിയ ആളുകളോട് എന്ത് ചെയ്യുക, നിങ്ങളിതൊന്ന് നിങ്ങളെ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ഞാൻ കുറച്ച് തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പുതിയ വഴികൾ തേടുക. ഒന്ന് ചെയ്തു വെച്ചിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി അതൊക്കെ സെയിലായി വരട്ടെ, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചു വരട്ടെ എന്ന് ചിന്തിച്ച് നിൽക്കാതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ പരിശ്രമിക്കുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എനിക്ക് സെയിലാവണം എന്നുള്ളത് പോലും ചിന്തിക്കേണ്ടതെന്നല്ല, എൻ്റെ കാര്യം ഞാൻ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്യാതാലേ എന്തെങ്കിലും ആവുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് സ്വയം തീരുമാനിക്കാം. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ വേണമെന്നുള്ളവർ വേഗം നോക്കുക. ഇതിലുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക, കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരും. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതൊന്ന് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്